സ്വീഡൻ നോക്കണേക്കാൾ മുമ്പ് ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്തായാലും ന്യൂസിലൻഡ് ആയിരുന്നു. പക്ഷെ അന്ന് നമുക്ക് എത്ര അവയർനെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചോയ്സ് ക്യാമ്പയിനാണ് നമുക്ക് അത്ര അവയർനെസ് തന്നത്. ഫീസ് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. 1 ഇയർ കോഴ്സ് ഡ്യൂറേഷൻ, 1 ഇയറിൽ നമുക്ക് ഇത് കഴിയും. നമ്മൾ ഫാമിലി മോളുണ്ടല്ലോ, അപ്പൊ നമുക്ക് 1 ഇയറിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേ ബാക്ക് 3 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നാൻ കാരണം ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യായിരുന്നു. ഇപ്പൊ മോളുടെ കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റിയൊരു ഇതുണ്ടായില്ല. ഇവിടെ ആരുടെ അടുത്തും അങ്ങനെ പോകുന്ന ആളല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അത് വലിയൊരു കാര്യമായിരുന്നു. പിന്നെ ബാക്കി കൺട്രീസ് ഇപ്പൊ അയർലൻഡ് പോലത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ അത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പോ. പിന്നെ ITR അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇത്തിരി കൂടി നന്നായിട്ട് തോന്നി. അതൊന്നും ഇവിടെ ഇല്ല ന്യൂസിലാൻഡില്. അപ്പോൾ ഞങ്ങൾക്ക് ന്യൂസിലാൻഡ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നാൻ കാരണം എന്തായാലും ചോയ്സ് ക്യാമ്പയിനാണ്. അവർ അത്രയും നന്നായിട്ട് അവയർനെസ് വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ന്യൂസിലാൻഡിനെ പറ്റി ഇത്ര നന്നായിട്ട് അറിയാൻ പറ്റിയത്. ഞങ്ങൾ സെലക്ട്